ഇപ്പോൾ ഇവിടെ ഇരിക്കുമ്പം ഞാൻ ഇപ്പം ഏറ്റവും കൂടുതൽ താങ്ക്ഫുൾ ആയതും എൻ്റെ ഗ്രാറ്റിറ്റ്യൂഡും എല്ലാം നമ്മുടെ പ്രിയപ്പെട്ട സിദ്ദിഖ് സാറിൻ്റെ അടുത്താണ്. അപ്പോൾ പിന്നെ ഈ ഡ്രീം അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന കാര്യം അത് വളരെ സത്യസന്ധമായിട്ടാണെങ്കിൽ അത് വൺ ഡേ ഇറ്റ് വിൽ കം ട്രൂ. അത് നിങ്ങളുടെ ജീവിതത്തിൽ നടക്കും എന്നതിനുള്ള വലിയൊരു എക്സാമ്പിളാണ് ഞാൻ. പക്ഷേ ഐ തിങ്ക് ലക്കിലി ഞാൻ അഭിനയിച്ച എല്ലാവരും ഭയങ്കര കൂളായിട്ടുള്ള ആൾക്കാരാണ്. എന്താണ് ചെയ്ത് വെച്ചേക്കുന്നത് കാണാൻ വേണ്ടി എല്ലാവരും കട്ട വെയിറ്റിംഗ് ആണ്. നമസ്കാരം, ഞാൻ ഐശ്വര്യ മിഥുൻ കോരോത്ത് വിത്ത് അരോര മീഡിയ നെറ്റ്വർക്ക്. എന്നെ സംബന്ധിച്ച് ആക്ടിംഗ് എന്നുള്ളത് വളരെ ചെറുപ്പം തൊട്ടേ ഞാൻ അഭിനയിക്കണം, സിനിമയിൽ അഭിനയിക്കണം എന്ന് പറഞ്ഞ് നടന്ന ആളാണ്. ഇപ്പം സ്കൂൾ യൂത്ത് ഫെസ്റ്റിവൽ ഉണ്ടാവുന്ന സമയത്ത് ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് മോണോ ആക്ട്, കഥാപ്രസംഗം, ഡ്രാമ, സ്റ്റേറ്റ് ലെവൽ. ആ സമയത്ത് മോണോ ആക്ട് സ്റ്റേറ്റ് ലെവൽ വിന്നറൊക്കെ ആയിരുന്നു. അപ്പോൾ തൊട്ടേ ചെറുതിൽ ഇപ്പോൾ സ്കൂളിൽ ടീച്ചേഴ്സ് എന്താവണം വലുതായിട്ടാകുമ്പോൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് സിനിമയിൽ അഭിനയിക്കണം. അപ്പോൾ ഞാൻ വളർന്നു വന്നത് കണ്ണാടിപ്പറമ്പ് എന്ന് പറഞ്ഞൊരു വളരെ കണ്ണൂർ ജില്ലയിലെ ഒരു കുഞ്ഞ് വില്ലേജിൽ നിന്നാണ്. അപ്പോൾ അവിടെയുള്ളവർക്കൊക്കെ എന്തായിക്കുട്ടി പറയുന്നതെന്നുള്ളൊരു ഇതുണ്ടായിട്ടുണ്ടാവണം. പിന്നെ എൻ്റെ ബാക്ക് ബോണായിട്ട് എപ്പോഴും സപ്പോർട്ടായിട്ടുണ്ടായത് അമ്മയാണ്. അപ്പോൾ പിന്നെ ഈ ഡ്രീം അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന കാര്യം അത് വളരെ സത്യസന്ധമായിട്ടാണെങ്കിൽ അത് വൺ ഡേ ഇറ്റ് വിൽ കം ട്രൂ. അത് നിങ്ങളുടെ ജീവിതത്തിൽ നടക്കും എന്നതിനുള്ള വലിയൊരു എക്സാമ്പിളാണ് ഞാൻ. ഭയങ്കരമായിട്ട് പറയുന്നില്ല, പക്ഷേ എന്നെ സംബന്ധിച്ച് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു സിനിമയിൽ അഭിനയിക്കണം എന്നുള്ളൊരു ആ ഒരു ആഗ്രഹം അല്ലെങ്കിൽ ആ ഒരു സ്വപ്നം എന്നുള്ളത്. ഇപ്പോൾ ഇവിടെ ഇരിക്കുമ്പം ഞാൻ ഇപ്പം ഏറ്റവും കൂടുതൽ താങ്ക്ഫുൾ ആയതും എൻ്റെ ഗ്രാറ്റിറ്റ്യൂഡും എല്ലാം നമ്മുടെ പ്രിയപ്പെട്ട സിദ്ദിഖ് സാറിൻ്റെ അടുത്താണ്. സാർ ത്രൂ ആണ് ഞാൻ സിനിമ എന്നുള്ളൊരു ഈ ഇൻഡസ്ട്രിയിലേക്ക് വരുന്നത്. സാറാണ് എന്നെ എൻ്റെ ഫസ്റ്റ് പടം സാറാണ് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഇരിക്കുമ്പം എന്താ പറയുക, ഒരുപക്ഷെ സാർ ഇപ്പോഴും നമ്മുടെ കൂടെ ജീവിച്ച് ഇരിക്കുന്നുണ്ടെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ച് പോകണു. ഹീസ് എ ജം ഓഫ് എ പേഴ്സൺ. അതുപോലൊരു മനുഷ്യനും ഉണ്ടാവും എന്നെനിക്ക് തോന്നുന്നില്ല. അത്രയും സാറിനെ മിസ്സ് ചെയ്യുന്നുണ്ട്. സെയിം ടൈം ഒരുപാട് താങ്ക്സ് ആണ്. അത് പൊറാട്ട് നാടകമായിരുന്നു എൻ്റെ ആദ്യത്തെ മൂവി. സാറിൻ്റെ അണ്ടറിലാണ് സാർ ഉണ്ടായിരുന്നു ആദ്യത്തെ ഷൂട്ട് ചെയ്യുന്ന സമയത്തൊക്കെ. പുള്ളി എൻ്റെ അടുക്ക ഇങ്ങനെ നമ്മൾ സംസാരിച്ചപ്പോൾ പുള്ളി എൻ്റെ അടുക്ക ചോദിക്കായിരുന്നു, ഐശ്വര്യ ഇത്രയും നാൾ എവിടെയായിരുന്നു, ഇത്രയും നാൾ അഭിനയിക്കാത്തത്? പുള്ളി അങ്ങനെയൊക്കെ ചോദിച്ചപ്പോഴേക്കും ഐ വാസ് ലൈക്ക്, ഓ മൈ ഗോഡ്, ഹീ സച്ച് അത്രയും ഒരു ലെജൻഡായിട്ടുള്ള ഒരു ഡയറക്ടറാണ് നിങ്ങളോട് വന്നിട്ട് അങ്ങനെ പറഞ്ഞത്. അതൊക്കെ ഭയങ്കര മെമ്മറബിൾ ആയിട്ടുള്ള മൊമെൻറ്റ്സ് ആണ്. സാറിൻ്റെ കൂടെ കുറച്ച് സ്പെൻഡ് ചെയ്ത ആ ഒരു അവേഴ്സിൽ ഇപ്പോഴും ചെറിഷ് ചെയ്യുന്ന മൊമെൻറ്റ്സ് ആണ് അതൊക്കെ. സിദ്ദിഖ് സാറെ ഞാൻ ഒരു ദിവസം പോയി മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബാക്ക് ദെൻ 2000 ഐ തിങ്ക് ഒരു 2020 സാറിനെ മീറ്റ് ചെയ്തത്. അപ്പോൾ സാറ് പറഞ്ഞു, ഐശ്വര്യ ഇപ്പം എനിക്ക് പ്രോജക്ട്സ് ഒന്നും ഞാൻ ചെയ്യില്ല, പക്ഷേ ഞാൻ എപ്പോഴാണോ അടുത്ത പ്രോജക്റ്റ് ചെയ്യുന്നത് അപ്പോഴും ഞാൻ ഐശ്വര്യനെ എന്തായാലും വിളിക്കും, ബിക്കോസ് യു ആർ ടാലൻറ്റഡ്. ഞാൻ പുകഴ്ത്തി പറയുന്നതല്ല കേട്ടോ, സാർ എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞതാണത്. അപ്പം ഇങ്ങനെ ഒരാളെ മലയാളം സിനിമ ഒരിക്കലെങ്കിലും യൂസ് ചെയ്യണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. ഞാൻ ഐശ്വര്യനെ വിളിക്കും. അപ്പം ഞാൻ വിചാരിച്ചു സാർ എത്ര പേരെ കാണുന്നതായിരിക്കും, ഒരു ദിവസം തന്നെ ചിലപ്പം ചാൻസ് ചോദിച്ച് പോകുന്നവരുണ്ടാവാം. ഞാൻ ചോദിച്ചു സാർ ഞാൻ ആക്ച്വലി മറന്നു, പക്ഷേ സാറ് മറന്നില്ല. സാറ് ആഫ്റ്റർ 2 years ആയിരിക്കണം പൊറാട്ട് നാടകത്തിൻ്റെ ഒരു ചർച്ച വന്നപ്പോൾ സാറ് ഡയറക്ടറോട് പറഞ്ഞു, കണ്ണൂർ ഇങ്ങനെ ഒരു കുട്ടിയുണ്ട്, ആ കുട്ടീനെ തന്നെ എനിക്ക് ഇതില്ലാത്ത ഹീറോയിനായിട്ട് വേണം എന്ന് പറഞ്ഞിട്ടാണ് ഡയറക്ടറും കണക്ട് ചെയ്യുന്നത്. നൗഷാദ് സഫ്രൻ എന്നാണ് ഡയറക്ടറിൻ്റെ പേര്. അങ്ങനെ നൗഷാദ് വിളിക്കുന്നത്. സിദ്ദിഖ് സാർ തന്നെയാണ് കേട്ടോ ഡയറക്റ്റ് വിളിച്ചിട്ട് പ്രോജക്റ്റ് ഉണ്ട്, ഐശ്വര്യയാണ് അതിനകത്ത് അഭിനയിക്കാൻ വേണ്ടി പോകുന്നതെന്ന് സാർ തന്നെയാണ് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എനിക്കങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നിയിട്ടില്ല. പിന്നെ ആദ്യം സജു ചേട്ടൻ്റെ കൂടെ എങ്ങനെയായിരിക്കും, സജു ചേട്ടനാണല്ലോ പേരായിട്ട് ചെയ്തത് ഹീറോയുടെ. ആ ഫസ്റ്റ് ഷോട്ട് തന്നെ ചേട്ടൻ്റെ കൂടെ ആയിരുന്നു. പക്ഷേ ഐ തിങ്ക് ലക്കിലി ഞാൻ അഭിനയിച്ച എല്ലാവരും ഭയങ്കര കൂളായിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ആദ്യം സിദ്ദിഖ് സാറൊക്കെ ഉണ്ടായിരുന്നു അവിടെ, ഞങ്ങളുടേതാണ് ഫസ്റ്റ് ഷോട്ട് എടുത്തത്. അതിൻ്റേതായ ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു. അതെനിക്കൊന്ന് ഫസ്റ്റ് ഷോട്ട് ഒരു കുറച്ച് ടേക്ക് പോയി, പിന്നെ ബാക്കിയെല്ലാം സ്മൂത്തായിട്ടാണോ നൈസായിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അതിന് ശേഷമുള്ള എല്ലാം അപ്പോഴേക്കും ആൾക്കാരൊക്കെ ആയി പരിചയപ്പെട്ടു, ഓക്കെ ആയപ്പോഴേക്കും ദെൻ ഐ വാസ് ഫൈൻ. വളരെ ചെറുപ്പം തൊട്ട് തന്നെ എനിക്ക് സുരേഷ് ഗോപി സാറിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ അത് ഒരുപക്ഷെ പുള്ളിയുടെ സിനിമ അല്ലെങ്കിൽ ഷോസ് അല്ലെങ്കിൽ പുള്ളി ചെയ്യുന്ന കാര്യങ്ങൾ, എങ്ങനെയാണ് ഒരു ഹ്യൂമൻ ബീയിങ്ങിനോട് പുള്ളി സംസാരിക്കുന്ന രീതി, ഞാൻ നേരിട്ട് കണ്ടിട്ടൊന്നുമല്ല, പലപ്പോഴും ഈ ഫേസ്ബുക്കോ അല്ലെങ്കിൽ പത്രമോ അങ്ങനെ ആ ഒരു ഇതിലൊക്കെ കണ്ടിട്ട് തന്നെയാണ്. പക്ഷേ ഈ റീസെൻ്റ്ലി ഞാൻ വന്ദേ ഭാരതിൽ ട്രാവൽ ചെയ്തപ്പോൾ തൃശ്ശൂർ വെച്ചിട്ട് പുള്ളി അതിലത്ത് കയറി. അപ്പോൾ പക്ഷേ നമുക്ക് പുള്ളിയെടുക്ക് പോയി സംസാരിക്കാൻ പറ്റില്ല, മറ്റേ പോലീസ് പ്രൊട്ടക്ഷനൊക്കെ ഉണ്ടാവും ഇപ്പോൾ. അപ്പം ഞാൻ എൻ്റെ ചിരംത്തിൻ്റെ മാനേജർ
നമ്മുടെ സജിത് കൃഷ്ണ പറഞ്ഞിട്ടൊരു സുരേഷ് ഗോപി സാറിൻ്റെ വളരെ വേണ്ടപ്പെട്ട ഒരാളാണ്. അപ്പോൾ ഞാൻ അപ്പോൾ തന്നെ വിളിച്ചു, ചേട്ടാ സുരേഷ് ഗോപി എൻ്റെ തൊട്ടിപ്പുറത്തിരിക്കണു, എനിക്ക് ഐ വോണ്ട് ടു ടോക്ക് ടു ഹിം, ഇപ്പോൾ എനിക്ക് സംസാരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു അതിനെന്താ ഇപ്പോൾ പറയാമല്ലോ പറഞ്ഞിട്ട് പുള്ളി സുരേഷ് ഗോപി സാറിനെ വിളിച്ച് പറഞ്ഞു. അപ്പോൾ തന്നെ ഞാൻ പോയി. അപ്പോൾ എന്നോട് പറഞ്ഞു, സജിത്ത് വിളിച്ചിട്ടുണ്ടായിരുന്നു, വളരെ അത്രയും സ്വീറ്റായിട്ടാണ് പുള്ളി സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പം അനൂപിൻ്റെ കൂടെ പടം ചെയ്യുന്നുണ്ടല്ലേ, നന്നായി വരട്ടെ, അങ്ങനെ ബ്ലസ്സൊക്കെ ചെയ്ത് ഭയങ്കര ഹാപ്പിയായി. ദാറ്റ് വാസ് ദ മൊമെൻറ്റ് ആസ് എ ഫാൻ ഗേൾ. യുനോ അമ്മയാണ് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത്. എന്നെപ്പോലെ തന്നെ സെയിം ഒരാഗ്രഹം അമ്മയ്ക്കും ഉണ്ടായിരുന്നു, എൻ്റെ മോളെ ബിഗ് സ്ക്രീനിൽ കാണണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടല്ലോ. പിന്നെ ഓഫ് കോഴ്സ് ഐ ആം മാരീഡ്. മിഥുൻ എന്നാണ് ഹസ്ബൻഡിൻ്റെ പേര്. ഹീ ഈസ് ഓൾസോ വെരി ഹാപ്പി. ലൈക്ക് എനിക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യുന്നു അറിഞ്ഞതിലും അല്ലെങ്കിൽ അത് കാണുന്നതിലും. പിന്നെ പുള്ളിക്ക് അറിയാം എൻ്റെ സ്ട്രഗിൾസ് എന്തൊക്കെയാണ്, ഞാൻ എന്തൊക്കെ ഇങ്ങനെ ഒരു ലെവലിലേക്ക് എത്താൻ ഞാൻ എത്രമാത്രം സ്ട്രഗിൾസിലൂടെ ഭയങ്കരമായിട്ടൊന്നും അല്ലെങ്കിൽ കൂടിയും ചെറിയ ചെറിയ സ്ട്രഗിൾസും കാര്യങ്ങളൊക്കെ പുള്ളി ഡയറക്റ്റ് കണ്ടിട്ടുണ്ട്. അപ്പം ഹീ നോസും. പിന്നെ എല്ലാവരും ഹാപ്പിയാണ്. യെസ്, ഏറ്റവും കൂടുതൽ ആരാണെന്ന് ചോദിച്ചാൽ അമ്മ തന്നെ ആയിരിക്കും. എല്ലാവരും ഈ പറഞ്ഞ പോലെ ചിലർക്കൊന്നും ലൈക്ക് ദേ ഡിഡ്ന്റ് എക്സ്പെക്ട് ദാറ്റ് വിനീത് ശ്രീനിവാസൻ്റെ കൂടെ സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യാന്ന് പറയുന്നത് ഇറ്റ്സ് എ വെരി ബിഗ് തിങ്. അപ്പോൾ ഒത്തിരി പേര് ഭയങ്കര വണ്ടറായി, ഹൗ യു ആർ ഡൂയിങ് ദിസ്. പിന്നെ ഫാമിലീനൊക്കെ എല്ലാവർക്കും അറിയാം, എല്ലാവരും ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് എന്താണ് ചെയ്ത് വെച്ചേക്കുന്നത് കാണാൻ വേണ്ടി എല്ലാവരും കട്ട വെയിറ്റിംഗ് ആണ്. ജാതകം എനിക്ക് തോന്നുന്നു, എനിക്ക് ജാതകത്തിൽ പ്രശ്നം പറ്റി ഇത്ര വയസ്സിൽ കല്യാണം കഴിഞ്ഞില്ലെങ്കിൽ ഇത്ര പ്രായം കഴിഞ്ഞിട്ടേ കല്യാണം കഴിയുള്ളൂ എന്നൊക്കെയുള്ള രീതിയിൽ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ അത്യാവശ്യമല്ല വളരെ നല്ല രീതിയിൽ തന്നെ ജാതകത്തിലൊക്കെ വിശ്വസിക്കുന്ന ആൾക്കാരാണ്. ഇപ്പം ഞാൻ ആയിക്കഴിഞ്ഞാലും അമ്മ ആയിക്കഴിഞ്ഞാലും അമ്മയുടെ അമ്മ ആയിക്കഴിഞ്ഞാലും ലൈക്ക് ഫുൾ ഫാമിലി ഈസ് ലൈക്ക് ദാറ്റ്. അപ്പോൾ ജാതകം നോക്കുമ്പോൾ ഓഫ് കോഴ്സ് ഈ പ്രപ്പോസൽ വരുമ്പോൾ ഫസ്റ്റ് ഇവർ ജാതകം എടുത്തിട്ടാണ് ഓടുന്നത്. ഇത് ഓക്കെ ആവും, മറ്റേ പൊരുത്തം, ആ പൊരുത്തം ഈ പൊരുത്തം ഓക്കെ ആണോ എന്നൊക്കെയുള്ള രീതിയിൽ. അത് ഓക്കെ ആയെങ്കിൽ മാത്രമാണ് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോവുള്ളൂ, അതിനെപ്പറ്റി ആലോചിക്കുക കൂടിയുള്ളൂ. ഒരു ജാതകവും ഏകദേശം ആ ഒരു ഇതിലുള്ള ഒരു കൈൻഡ് ഓഫ് സ്റ്റോറിയും അത് ബേസ് ചെയ്തിട്ടൊക്കെയുള്ള കാര്യം തന്നെയാണ്. നമ്മളൊരു ഷോർട്ട് അഭിനയിച്ച് കഴിഞ്ഞിട്ട് കംപ്ലീറ്റ് ക്രൂവിന് ചിരി നിർത്താൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. അത്രയും ഭയങ്കര ഫണ്ണി വിനീതാട്ടൻ ചെയ്ത ഒരു പെർഫോമൻസ് ആണ്. അത് കണ്ടിട്ട് ഭയങ്കരമായിട്ട് എല്ലാവരും ലൈക്ക് ഫുൾ ക്ലാപ്പ് ചെയ്ത്. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ വേറെ സീൻസ് അതുപോലെ ഉണ്ടായിട്ടുണ്ടാകും, പക്ഷെ ഞാൻ കണ്ടതിൽ വെച്ച് നമ്മൾ ഒരുമിച്ച് ചെയ്ത ഒരു കോമ്പിനേഷൻ സീനിൽ അങ്ങനെയൊരു ഭയങ്കരമായിട്ടൊരു ഇതുണ്ടായിട്ടുണ്ടായിരുന്നു. എക്സൈറ്റഡ് ആയിരുന്നു, എങ്ങനെയായിരിക്കും വിനീതേട്ടൻ എങ്ങനെയായിരിക്കും അത് ആക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ വിനീതേട്ടൻ്റെ കൂടെ എനിക്ക് അതേപോലെ തന്നെ ചെയ്യാൻ വേണ്ടി പറ്റുമോ, എനിക്ക് ആ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ വൺ സെറ്റിൽ വന്ന് പുള്ളീനെ കണ്ട് പരിചയപ്പെട്ട് പിന്നെ നമ്മൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങിയപ്പോഴേക്കും ഇപ്പം ഞങ്ങൾ റിഹേഴ്സ് ചെയ്യും. ഇപ്പം ഷോട്ട് എടുക്കുന്നതിന് മുമ്പിലെ നമുക്കൊന്ന് ചെയ്ത് നോക്കാം പുള്ളിയാണ് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് കൂടി നല്ലതാണ്, അല്ലെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോയിട്ട് ചേട്ടാ എൻ്റെ കൂടി ഒന്ന് ചെയ്ത് പഠിക്കാൻ വേണ്ടി വരുമോ എന്ന് എനിക്ക് പറയാൻ വേണ്ടി പറ്റില്ല. പക്ഷേ പുള്ളിയായിട്ട് ഇങ്ങോട്ടേക്ക് പറയുമ്പോൾ ശരി നമുക്കൊന്ന് റിഹേഴ്സ് ചെയ്ത് നോക്കാം. അത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം 1-2 പ്രാവശ്യം നമ്മൾ ഡയലോഗ് പറഞ്ഞ് റിഹേഴ്സ് ചെയ്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ തേർഡ് ടൈം അത് ഷോട്ട് എടുക്കുമ്പോഴേക്കും ഇറ്റ് വാസ് ഫൈൻ. അങ്ങനെ ഒരു ഭയങ്കരമായിട്ടൊരു ഹെൽപ്ഫുള്ളായ രീതിയിൽ കൂടി അതങ്ങനെ വന്നു. യെസ്, ഒരു ജാതിയിൽ ഞാൻ സ്ക്രീൻ ടെസ്റ്റിലൂടെ തന്നെയാണ് വന്നത്. അപ്പോൾ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാം ഒരിക്കൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കിയപ്പോഴേക്കും വെറുതെ സ്പാം മെസ്സേജ് എടുത്ത് നോക്കിയതാണ്. അതിനകത്താണ് ഇങ്ങനെ ഇതിൻ്റെ അസിസ്റ്റൻറ്റ് ഡയറക്ടർ ഐ തിങ്ക് നിർമ്മൽ അയച്ച ഒരു മെസ്സേജ് കാണുന്നത്. അപ്പോൾ അത് കണ്ടപ്പോൾ നമുക്ക് ജെനുവിനായി തോന്നി. അപ്പോൾ തന്നെ നിർമ്മലിന് റിപ്ലൈ ചെയ്തു. പിന്നെ സ്ക്രീൻ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി കണ്ണൂർ പോയിട്ട്, ഞാൻ ആക്ച്വലി ഐം ഫ്രം കണ്ണൂർ, അപ്പോൾ കണ്ണൂരിലായിരുന്നു എൻ്റെ സ്ക്രീൻ ടെസ്റ്റും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സ് പ്ലേ ചെയ്തു. ഇതിനകത്ത് ഞാൻ ചെയ്തിരിക്കുന്ന ഗോപിക എന്നുള്ളൊരു ക്യാരക്ടറാണ്. അപ്പോൾ അതിന് വേണ്ടി ചൂസ് ചെയ്യാണ് ചെയ്തത്. രാകേഷ് ചേട്ടനും പിന്നെ അതുപോലെ കാസ്റ്റിംഗ് ഡയറക്ടർ പരപ്പു ചേട്ടനും ഒക്കെ ഉണ്ടായ ഒരു ഗ്രൂപ്പിലായിരുന്നു വന്ന് സ്ക്രീൻ ടെസ്റ്റ് നടന്നത്. യെസ്, കണ്ണൂരുകാരെ സംബന്ധിച്ച് വിനീതേട്ടൻ എന്ന് പറയുന്നത് ഒരു അഭിമാനം കൂടിയാണ്, ലൈക്ക് ലിറ്ററലി സെയിം. പിന്നെ ഈ പ്രോജക്റ്റ് വന്നപ്പോൾ തന്നെ ഇതിനെപ്പറ്റി കൂടുതൽ ചോദിച്ചപ്പോഴേക്കും എനിക്ക് അസിസ്റ്റൻ്റ് എനിക്ക് ഡീറ്റെയിൽസ് തന്നിട്ടുണ്ടായിരുന്നു. വിനീത് ശ്രീനിവാസൻ്റെ മൂവിയാണ്, അതിനകത്ത് ഇങ്ങനെയാണ് ആ ക്യാരക്ടർ പോകുന്നത് എന്നൊക്കെയുള്ള ലെവലിൽ എനിക്ക് ഐഡിയാസ് തന്നിട്ടുണ്ടായിരുന്നു. സോ ഐ വാസ് സോ എക്സൈറ്റഡ് ബിക്കോസ് ഞാൻ കഴിഞ്ഞ ഇൻ്റർവ്യൂസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, അരവിന്ദൻ്റെ അതിഥികളിൽ നിന്നുള്ള പടം കണ്ടിട്ട് വിനീതേട്ടൻ്റെ ഫാനായവർ അല്ലെങ്കിലും ആണ്, പക്ഷേ ആ പടം ഭയങ്കര ക്ലോസ് ടു മൈ ഹാർട്ടായിട്ടുള്ള ഒരു പടമാണ്, സിനിമയാണ്. അപ്പോൾ അതിന് ശേഷം വിനീതേട്ടൻ്റെ കൂടെ ഒരു പ്രോജക്റ്റ് ചെയ്യാൻ വിളിച്ചു, അല്ലെങ്കിൽ അതിനുള്ളൊരു അവസരം കിട്ടിയെന്ന് പറഞ്ഞതിൽ ഭയങ്കര സന്തോഷമായിരുന്നു. ഐ വാസ് സോ എക്സൈറ്റഡ്. അന്ന് ഈ 5 ക്യാരക്ടേഴ്സാണ്, 5-6 ക്യാരക്ടേഴ്സാണ് അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ ഞാൻ
ഇത് ചെയ്യുമ്പോഴേ ഞാൻ വിചാരിച്ചു ഗോപിക എന്നാണ് ക്യാരക്ടറിൻ്റെ പേര്. അപ്പോൾ ആ കുട്ടി ഇപ്പം ഒരു ക്യാരക്ടറിനെ പറയുമ്പം അതിൻ്റെതായ ഔട്ട്ഫിറ്റ് ഇങ്ങനെയാണ് ഈ കുട്ടീനെ ഈ ക്യാരക്ടറിനെ പ്രസൻറ്റ് ചെയ്യുന്നത്, ഇതാണ് സ്വഭാവം, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു കൊള്ളാലോ, ഇത് കിട്ടിയാൽ നല്ലതായിരിക്കും, നന്നായിട്ട് എനിക്ക് അത് ഞാൻ ഒരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഒരു 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 ക്യാരക്ടറാണ്, അത് നിങ്ങൾക്ക് മൂവി കാണുമ്പോൾ മനസ്സിലാവും. ആരും എക്സ്പെക്റ്റ് ചെയ്യാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഞാൻ ചെയ്തപ്പോൾ തന്നെ എനിക്കത് ഫീൽ ചെയ്തു, ഇത് ചെയ്യാൻ കിട്ടിയാൽ നല്ലതായിരിക്കും, ഐ ക്യാൻ ഡു ഇറ്റ് എന്നുള്ളൊരു. അത് ലക്ലി തന്നെ എനിക്ക് അതേ ക്യാരക്ടർ തന്നെ അവരതിന് വേണ്ടിയിട്ട് തന്നെ അത് ചൂസ് ചെയ്തു എന്നുള്ളതാണ്. കണ്ണൂർ ഭാഷ അവർ മെയിനായിട്ട് നോക്കിയതും കണ്ണൂർ ഭാഷ ഇതില്ലാത്ത ഒരു ഇമ്പോർട്ടൻറ്റ് ഘടകമായതുകൊണ്ട് തന്നെ കണ്ണൂർ ഭാഗത്തുള്ള കുട്ടികളെയും കൂടിയിട്ടും അങ്ങനെ ആ രീതിയിലും സെർച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പം ഞാൻ ചിലപ്പോൾ സംസാരിക്കുമ്പോൾ കണ്ണൂർ ഭാഷ ഉണ്ടാവില്ലായിരിക്കും, ചെറുതായിട്ട് വന്ന് പോകുമായിരിക്കും. പക്ഷേ എന്നിരുന്നാലും ഇപ്പോൾ നമ്മളൊരു കംഫോർട്ട് സോണിലാകുമ്പോൾ ഇപ്പോൾ വീട്ടിൽ അമ്മേനോട് സംസാരിക്കുമ്പോഴൊക്കെ നമ്മൾ കണ്ണൂർ ഭാഷയിലാണ് സംസാരിക്കുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഇപ്പോൾ ഡബിങ് ആയിക്കഴിഞ്ഞാലൊക്കെ ഭയങ്കര ഈസി ആയിരുന്നു ചെയ്യാൻ വേണ്ടിയിട്ട്. അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടേ ഇല്ല. സ്ലാങ് അല്ലെങ്കിൽ ആ ഒരു കണ്ണൂർ ഭാഷയിൽ സംസാരിക്കുക എന്നുള്ളത് ഇറ്റ് വാസ് വെരി ഈസി ഫോർ മീ. വിനീതേട്ടൻ്റെ കൂടെ ചെയ്യാൻ ഭയങ്കര കംഫർട്ടബിൾ. ആൾ കൂളാണ്, ഭയങ്കര എന്താ പുള്ളിയും കൂളാണ്, ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെയും അതേപോലെ ആ ഒരു വൈബിലേക്ക് പുള്ളി നമ്മൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് സ്ട്രെസ് ഇല്ല, ടെൻഷൻ ഇല്ല, നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാണ്ട്, ഓഫ് കോഴ്സ് ഡയലോഗ് ശ്രദ്ധിക്കണം, പൊസിഷൻ നോക്കണം, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ബാക്കി ഇപ്പം എന്നെ സംബന്ധിച്ച് എൻ്റെ സെക്കൻഡ് മൂവിയാണ് ഒരു ജാതകം. അപ്പോൾ ആ ഒരു ടെൻഷനും കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ വളരെ കൂളായിട്ടാണ് നമ്മൾ ആ ഷൂട്ടിംഗ് പ്രോസസ്സൊക്കെ നടന്നിട്ടുണ്ടായത്. പിന്നെ മോസ്റ്റ്ലി എൻ്റെ സീൻ എല്ലാം തന്നെ വിനീതേട്ടൻ്റെ കൂടെ ഉള്ളതായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു വിനീതേട്ടൻ്റെ ഒരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ആക്ടിങ് ആയിരിക്കും ഒരു ജാതകത്തിലൂടെ വരാൻ വേണ്ടി പോകുന്നത് എന്നാണ്. ആസ് ആൻ ആർട്ടിസ്റ്റ് നമ്മൾക്ക് എല്ലാ തരത്തിലുള്ള സിനിമാസും അല്ലെങ്കിൽ ക്യാരക്ടേഴ്സും ട്രൈ ചെയ്ത് നോക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവുമല്ലോ. ആ ആഗ്രഹം സാധിച്ചതുപോലെയാണ് എനിക്ക് എൻ്റെ തേർഡ് ഫിലിം ചിരം എന്നുള്ള മൂവി ഞാനിപ്പോൾ ചെയ്തത്. അതിനകത്ത് നമ്മളൊരു 3 ഗെറ്റപ്പ് അതിനകത്ത് ചെയ്തിട്ടുണ്ട്. അത് ആസ് എൻ ആർട്ടിസ്റ്റ് എന്നെ സംബന്ധിച്ച് ഭയങ്കരമായിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ സ്റ്റോറിയാണ്. അതിനകത്ത് ചെയ്തിരിക്കുന്ന ക്യാരക്ടർ അത്രയും ഭംഗിയായിട്ടുള്ള ഒരു ക്യാരക്ടർ. ഭംഗി മീൻസ് കണ്ണ ഭംഗിയല്ല ഞാൻ പറഞ്ഞത്, അല്ല, ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ക്യാരക്ടർ. അത് വരാൻ വേണ്ടി ഞാൻ ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നല്ല ക്യാരക്ടേഴ്സ് ചെയ്യണം. ഇപ്പം ഞാൻ ചെയ്ത ഈ 3 ക്യാരക്ടേഴ്സും 3 ജോണറാണ്. പൊറാട്ട് നാടകത്തിലാണെങ്കിൽ നമ്മളൊരു കാഞ്ഞങ്ങാട് ആ സൈഡിലുള്ള ഒരു സാധാരണ ഒരു മുസ്ലിം ഫാമിലിയിലെ ഒരു ഭാര്യയായിട്ടുള്ള ഒരു പെൺകുട്ടി. ഇതിനകത്താണെങ്കിൽ എൻറ്റയർലി ഡിഫറെൻ്റ് ഒരു മേ ബി ഒരു തറവാട്ട് വീട്ടിലെ അച്ഛൻ അമ്മ ഒക്കെ ഉള്ള അങ്ങനെ ഒരു കൈൻഡ് ഓഫ് ഇപ്പം ഞാൻ എങ്ങനെയാണോ ആ ഒരു ടൈപ്പ് ഓഫ് പെൺകുട്ടി. മൂന്നാമത്തെ മൂവി ഈസ് എന്താ കാൽക്കട്ട. നമ്മളിത് ഷൂട്ട് ചെയ്തത് കാൽക്കട്ട, ഋഷികേശ് അവിടെയൊക്കെയാണ്. കാൽക്കട്ടയിൽ മാത്രമല്ല അവരുടേതായ ട്രഡീഷണൽ ആർട്ട് ഫോംസ് ഉണ്ട്. മേ ബി ബാവുൽ സംഗീതം, അതിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ. പിന്നെ വിശ്വഭാരതിയിലെ കുറച്ച് ഷോർട്സും കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ട്. അങ്ങനെ അത് I am so excited about that movie also. Same time this movie is going to release tomorrow. അപ്പോൾ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റും ഉണ്ട്. ഞാൻ കമ്മിറ്റൊന്നും ചെയ്തിട്ടില്ല പുതിയ പ്രോജക്ട്സ്. അപ്പം എനിക്ക് തമിഴാണ് കൂടുതൽ വരുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ അതിൻ്റെ 2-3 സ്റ്റോറി കേട്ടു. പിന്നെ ഈ പറഞ്ഞ പോലെ വേറൊരു ഓഫ് ബീറ്റ് മൂവി, അതിൻ്റെ ഒരു സ്റ്റോറി ഇപ്പം കമ്മിങ് ഡേയ്സിൽ ഹിയർ ചെയ്യാൻ കേൾക്കാൻ വേണ്ടി പോവാണ്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇതുവരെ ഒന്നും കമ്മിറ്റ് ചെയ്തിട്ടില്ല. എന്നെ പോലെ തന്നെ ഒരുപാട് കുട്ടികൾ ഇതിനകത്തുണ്ട്. സിനിമ സ്വപ്നം കണ്ടവർ തന്നെ ആയിരിക്കണം എല്ലാവരും. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മൾക്കിനി മുമ്പോട്ടേക്ക് പോകാനുള്ള ഒരു ഊർജ്ജം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുക. തിയേറ്ററിൽ പോയിട്ട് തന്നെ നിങ്ങൾ ഒരു ജാതകം കാണണം. എന്തായാലും നിങ്ങൾക്ക് ഒരു നഷ്ടം ഉണ്ടാവില്ല. കുറേ ചിരിക്കാം എന്നുള്ളത് നമ്മൾ തരുന്ന ഗ്യാരണ്ടിയാണ്. അപ്പോൾ എല്ലാവരും ഒരു ജാതകം എന്തായാലും കാണുക. ഒരുപാട് സ്നേഹം, സന്തോഷം. താങ്ക് യു സോ മച്ച്.